ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ നിർണായക വിവരങ്ങൾ പുറത്തുകൊണ്ടുവന്ന് 24. 2019 ദേവസ്വം ബോർഡിനെ സംശയനിലയിൽ നിർത്തുന്ന ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് 24 കിട്ടി. കവർച്ചയ്ക്ക് പിന്നിൽ ബോർഡിന്റെ സമ്മർദ്ദമുണ്ടായി എന്ന് സംശയിക്കുന്നതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകാൻ ബോർഡ് ഉത്തരവ് ദേവസ്വം സെക്രട്ടറി എസ് ജയശ്രീ തിരുത്തിയതിന്റെ രേഖകളും 24 പുറത്തുവിട്ടു. ദ്വാരപാലക ശില്പങ്ങളിലും ശ്രീകോവിലിന്റെ പ്രധാന വാതിലിലും സ്വർണം പൂശാമെന്ന വാഗ്ദാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം കവർന്നുവെന്ന് പറയുന്ന ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ ദേവസ്വം ബോർഡിനെ സംശയനിലയിൽ നിർത്തുകയാണ്. നിയമവിരുദ്ധമായി ഉദ്യോഗസ്ഥർ ചെയ്തത് ദേവസ്വം ബോർഡ് അധികാരികൾ അറിഞ്ഞില്ലെന്ന് കരുതാൻ കഴിയില്ല. 2019 ബോർഡ് അധികാരികളുടെ പ്രേരണയോ സമ്മർദ്ദമോ നിർദ്ദേശമോ ഉണ്ടോ എന്ന് സംശയമുണ്ട്. നിയമവിരുദ്ധമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല ദേവസ്വത്തിന് പുറത്തു കൊണ്ടുപോയി സ്വർണം പൂശാൻ ഇടയായത് 2019 ബോർഡിന്റെ വീഴ്ചയാണെന്നും ബോർഡിനെതിരെയും തുടർ നടപടി വേണമെന്നും ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു. ഉദ്യോഗസ്ഥ വീഴ്ചയും അക്കമിട്ട് നിരത്തുന്നുണ്ട്. 2019 അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ എന്നിവർ ബോധപൂർവം ചെമ്പുപാളി എന്ന രേഖ തയ്യാറാക്കി തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ശുപാർശ നൽകി. ദേവസ്വം ബോർഡ് സെക്രട്ടറി ജയശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറാൻ ഉത്തരവ് തിരുത്തി. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാർ, തിരുവാഭരണം കമ്മീഷണർ കെ എസ് ബൈജു, തിരുവാഭരണം കമ്മീഷണറായിട്ടുള്ള ആർ ജി രാധാകൃഷ്ണൻ, വി എസ് രാജേന്ദ്ര പ്രസാദ്, കെ രാജേന്ദ്രൻ നായർ എന്നീ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ശുപാർശയുണ്ട്. സ്ഥിര വരുമാനമില്ലാത്ത ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റു സ്പോൺസർമാർക്ക് വേണ്ടി ഇടനിലനിന്ന് ശബരിമലയിൽ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടത്തിയെന്നും കണ്ടെത്തലുണ്ട്. 2019 ദേവസ്വം ബോർഡ് തീരുമാനം ബോർഡ് സെക്രട്ടറി തിരുത്തിയതിന്റെ തെളിവും ഇന്ന് പുറത്തുവന്നു. ബോർഡ് എടുത്ത തീരുമാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം സ്വർണ്ണപ്പാളി കൊടുത്തുവിടണം എന്ന് പറയുന്നില്ല. എന്നാൽ ദേവസ്വം സെക്രട്ടറി ജയശ്രീ ഇറക്കിയ ഉത്തരവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൈമാറണമെന്ന് നിർദ്ദേശിക്കുന്നു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ അന്നത്തെ ദേവസ്വം ബോർഡിന് വെറുതെ അങ്ങ് കൈകഴുകാനാവില്ല. പോറ്റിക്ക് വേണ്ടി വഴിവിട്ട ഇടപെടൽ നടത്തിയിട്ടുണ്ടെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ മറുപടി പറയേണ്ടി വരും. ഷഫീദ് റാവുത്തർ, 24, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിയാരായാലും മുഖം നോക്കാതെ നടപടിയെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ അറിയില്ലെന്നും യഥാർത്ഥ പ്രതികളെ SIT പുറത്തുകൊണ്ടുവരട്ടെ എന്നും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചു. തെറ്റ് ചെയ്തിട്ടില്ലെന്നും FIR കോടതിയിലെത്തുമ്പോൾ നോക്കാം എന്നുമായിരുന്നു ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ പ്രതികരണം. സംഭവം നടക്കുമ്പോൾ താൻ ദേവസ്വം ബോർഡിൽ ഇല്ലെന്നും ഏത് അന്വേഷണവുമായും സഹകരിക്കുമെന്നും മുൻ ദേവസ്വം കമ്മീഷണർ എൻ വാസു വ്യക്തമാക്കി. സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കേണ്ട എന്ന് 2025 തീരുമാനിച്ചത് ദേവസ്വം ബോർഡാണെന്നും ഇപ്പോഴത്തെ ബോർഡിനും സർക്കാരിനും വീഴ്ച പറ്റിയിട്ടില്ല എന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് വ്യക്തമാക്കി. 24 പുറത്തുകൊണ്ടുവന്ന വാർത്തയിൽ ഇന്നുണ്ടായ പ്രതികരണങ്ങളിലേക്ക്. SIT അന്വേഷിച്ച് പ്രതികളായി കൊണ്ടുവരുന്ന കൃത്യമായി ആരായിരുന്നാലും XOR Y എന്നാണ് ഞാൻ അന്ന് തന്നെ പറഞ്ഞത്. അതിനകത്തൊന്നും ഒരു സംശയമില്ല. ഗവൺമെന്റ് നിലപാടും കോടതിയുടെ നിലപാടും ഒന്ന് തന്നെയാണ്. യഥാർത്ഥ പ്രതികളെ നിശ്ചയമായിട്ടും ഹൈക്കോടതി നിയോഗിച്ച ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പുറത്തു കൊണ്ടുവരും. അതുവരെ ക്ഷമയോടുകൂടി കാത്തിരിക്കുക. അത് അന്നത്തെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഇക്കാര്യങ്ങളിലൊന്നും വ്യവസ്ഥാപിതമല്ലാത്ത ഒരു കാര്യവും ഞങ്ങൾ ചെയ്തിട്ടില്ല. അതെന്താ അതിൻ്റെ FIRൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ മറുപടി പറയേണ്ടടുത്ത് പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. എനിക്കതിനകത്ത് എൻ്റെ ഉത്തമ വിശ്വാസം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ വിഷയത്തിലൊന്നും ഒരു റോളും ഇല്ല. ദേവസ്വം ബോർഡിൽ ഈ രണ്ട് കാര്യങ്ങൾ അത് കടത്തിക്കൊണ്ടുപോയതിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. സ്വർണത്തിൻ്റെ തൂക്കത്തെക്കുറിച്ചായാലും സ്വർണം അപഹരിക്കപ്പെട്ടതിനെക്കുറിച്ചായാലും എല്ലാം തന്നെ ഒരു സമഗ്രമായ അന്വേഷണം വേണമെന്ന് തന്നെയായിരുന്നു ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെ നിലപാട്. അത് ആത്മവിശ്വാസത്തോടുകൂടി ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഞങ്ങൾക്കൊന്നും മറയ്ക്കാനും വിളിക്കാനും ഇല്ലാത്തതുകൊണ്ടാണ്. പുതിയ സ്പെഷ്യൽ ടീം വന്നിരിക്കുന്നു. നല്ല അന്വേഷണം നടക്കും. അതിൻ്റെ ഭാഗമായി എല്ലാ സത്യങ്ങളും പുറത്തു വരട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ശബരിമലയിലെ സ്വർണ്ണക്കട്ടില കടത്തിയ കേസിലെ FIR വിവരങ്ങൾ ഇന്ന് 24 പുറത്തുവിട്ടു. കേസിൽ 2019 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങളെ പ്രത്യേക അന്വേഷണ സംഘം പ്രതി ചേർത്തു. ശബരിമലയിലെ സ്വത്ത് നഷ്ടപ്പെടുന്ന രീതിയിൽ ദേവസ്വം ബോർഡ് അംഗങ്ങൾ പ്രവർത്തിച്ചു എന്നാണ് FIRൽ പരാമർശം. 24 ബിഗ് എക്സ്ക്ലൂസീവ്. 2019 മാർച്ച് 19 ശബരിമലയിലെ സ്വർണ്ണക്കട്ടിള ചെമ്പ് എന്ന് രേഖപ്പെടുത്തി പുറത്തു കൊണ്ടുപോകാൻ ദേവസ്വം സെക്രട്ടറി ഉത്തരവിറക്കിയത്. മെയ് 18 സ്വർണം പൂശാൻ എന്ന വ്യാജേന ശബരിമലയിൽ നിന്ന് കട്ടിള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറി. ഇതിൽ ഉദ്യോഗസ്ഥർക്കൊപ്പം ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും പങ്കുണ്ടെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കട്ടിള കടത്തിയ സംഭവത്തിൽ എടുത്ത രണ്ടാമത്തെ FIRൽ ഉണ്ണികൃഷ്ണൻ പോറ്റി 1-ാം പ്രതിയും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കായി സ്വർണം ചെന്നൈയിൽ കൊണ്ടുപോയ കൽപേഷ് 2-ാം പ്രതിയുമാണ്.
2019 ദേവസ്വം സെക്രട്ടറി, തിരുവാഭരണം കമ്മീഷണർ, എക്സിക്യൂട്ടീവ് ഓഫീസർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരാണ് യഥാക്രമം 3 മുതൽ 7 വരെയുള്ള പ്രതികൾ. 8ാം പ്രതി അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളെന്നും എഫ്ഐആറിലുണ്ട്. പക്ഷേ ആരുടെയും പേര് പ്രത്യേകം പരാമർശിച്ചിട്ടില്ല. ബോർഡ് അനുമതിയില്ലാതെ സെക്രട്ടറിക്ക് ഉത്തരവിറക്കാൻ കഴിയില്ലെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് SITയുടെ നടപടി. സ്വർണ്ണക്കട്ടള ചെമ്പ് എന്ന് രേഖപ്പെടുത്തി കടത്തിയത് പുറം ലോകത്തെ അറിയിച്ചത് 24 ആയിരുന്നു. ഇതിനു പിന്നാലെയാണ് പ്രത്യേക സംഘം സംഭവത്തിൽ അന്വേഷണം നടത്തിയത്. ശബരിമലയിലെ സ്വർണ്ണക്കട്ടള ചെമ്പെന്ന് രേഖപ്പെടുത്തി പുറത്തേക്ക് കടത്തിയതിന് പിന്നിൽ ദേവസ്വം ബോർഡ് മെമ്പർമാർക്കും കൃത്യമായ അറിവും പങ്കുമുണ്ടെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബോർഡ് മെമ്പർമാരെ കൂടി കേസിലേക്ക് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുന്നത്. കൊല്ലത്തുനിന്ന് ആർ രാജ് 24. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം ആരംഭിച്ച് പ്രത്യേക അന്വേഷണ സംഘം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ഓഫീസിൽ പ്രത്യേക സംഘം പരിശോധന നടത്തി. കൂടുതൽ സ്പോൺസർമാരിലേക്ക് അന്വേഷണം നീളും. 2019 വാതിൽപ്പാളികളിൽ സ്വർണം പൂശിയ ഗോവർദ്ധന്റെ വിവരങ്ങൾ SIT തേടും. ജസ്റ്റിസ് KT ശങ്കറിന്റെ നേതൃത്വത്തിൽ സന്നിധാനത്ത് വിവാദ സ്വർണ്ണപ്പാളി പരിശോധിച്ചു. നടപടിക്രമങ്ങളുടെ ഭാഗമായി സ്മാർട്ട് ക്രിയേഷൻ പ്രതിനിധി സന്നിധാനത്ത് പരിശോധനയ്ക്കെത്തി. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് FIR രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് SIT അന്വേഷണം ആരംഭിച്ചത്. ഇന്ന് രാവിലെ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ ആസ്ഥാനത്ത് പ്രത്യേക സംഘം പരിശോധന നടത്തി. എന്നാൽ പരിശോധന നടത്തിയിട്ടില്ലെന്ന് സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി വ്യക്തമാക്കി. സന്നിധാനത്തെത്തിയ SITക്ക് ദേവസ്വം വിജിലൻസ് പിടിച്ചെടുത്ത രേഖകൾ ദേവസ്വം ഉദ്യോഗസ്ഥർ കൈമാറി. കൂടുതൽ സ്പോൺസർമാരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. 2019 വാതിൽപ്പാളികൾ സ്വർണം പൂശിയത് സ്പോൺസർ ചെയ്ത ഗോവർദ്ധനിൽ നിന്ന് സംഘം വിവരങ്ങൾ തേടും. ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ ഗോവർദ്ധന്റെ പേരുള്ള സാഹചര്യത്തിലാണ് നടപടി. വാതിൽപ്പാളികളിൽ സ്വർണം പൂശാൻ 512 ഗ്രാം ഗോവർദ്ധൻ നൽകിയെന്നാണ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ മൊഴി. വാതിലിൽ 321.6 ഗ്രാമും കട്ടിളപ്പടയിൽ 184 ഗ്രാമും സ്വർണം പൂശിയെന്നാണ് രേഖ. മുഴുവൻ സ്വർണവും സ്പോൺസർ നൽകിയെങ്കിൽ പാളികളിൽ നിന്ന് വേർതിരിച്ച സ്വർണം അപഹരിച്ചിട്ടുണ്ടാകുമെന്നാണ് ഇതുവരെയുള്ള നിഗമനം. ഈ സാഹചര്യത്തിൽ ഗോവർദ്ധനെ ചോദ്യം ചെയ്യേണ്ടത് പ്രധാനമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അധികം വൈകാതെ സന്നിധാനത്തെത്തി ചെന്നൈയിൽ നിന്ന് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി കൊണ്ടുവന്ന ദ്വാരപാലക പാളികൾ പരിശോധിക്കാനും ആലോചനയുണ്ട്. സ്വർണ്ണക്കൊള്ളയിൽ പമ്പ സ്റ്റേഷനിൽ ലഭിച്ച 5 പരാതികൾ പ്രത്യേക സംഘത്തിന് കൈമാറി. ക്രൈംബ്രാഞ്ച് കേസെടുത്ത സാഹചര്യത്തിലാണ് നടപടി. ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ പ്രതിപട്ടികയിലുള്ളവരെ അന്വേഷണ സംഘം ഉടൻ അറസ്റ്റ് ചെയ്തേക്കില്ല. പരമാവധി തെളിവുകൾ ശേഖരിച്ച ശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനാണ് നിലവിലെ ധാരണ. പത്തനംതിട്ട കേന്ദ്രീകരിച്ച് അന്വേഷണ സംഘം ക്യാമ്പ് ഓഫീസ് ആരംഭിക്കും. അതേസമയം സന്നിധാനത്ത് ജസ്റ്റിസ് KT ശങ്കരൻ വിവാദ സ്വർണ്ണപ്പാളി പരിശോധന നടത്തി. സ്മാർട്ട് ക്രിയേഷൻ പ്രതിനിധിയായി അഭിഭാഷകൻ പരിശോധനയുടെ ഭാഗമായതായാണ് വിവരം. 24 പത്തനംതിട്ട. ഷാഫി പറമ്പിൽ MPക്കെതിരായ പോലീസ് മർദ്ദനത്തിൽ മലക്കം മറിഞ്ഞ് കോഴിക്കോട് റൂറൽ SP KE ബൈജു. സേനയിലെ ചിലർ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചെന്നും അതാരാണെന്ന് കണ്ടെത്താൻ അന്വേഷണം നടക്കുകയാണെന്നും KE ബൈജു പറഞ്ഞു. ഷാഫി പറമ്പിലിനെതിരായ പോലീസ് നടപടിയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതുവരെ സമരം തുടരാനാണ് DCCയുടെ തീരുമാനം. പേരാമ്പ്രയിൽ ലാത്തിചാർജ് നടന്നിട്ടില്ലെന്നും ഷാഫി പറമ്പിൽ MPയെ പുറകിൽ നിന്ന് ലാത്തി കൊണ്ട് അടിച്ചെന്നുമാണ് കോഴിക്കോട് റൂറൽ SP KE ബൈജു വ്യക്തമാക്കുന്നത്. ചിലർ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചു, അതാരാണെന്നതിന്റെ അന്വേഷണം തുടരുകയാണെന്നും SP. കമാൻഡേയും വിസിലടിക്കും, അടിച്ചോടിക്കും, അങ്ങനെ ആക്ഷൻ നടന്നിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ ഉള്ള ചില ആളുകൾ മനഃപൂർവ്വം അവിടെ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ പിന്നീട് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഞങ്ങളിപ്പോൾ AI ടൂളൊക്കെ ഉപയോഗിച്ചിട്ട് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ആയിക്കൊണ്ടിരിക്കുക. പോലീസിന്റേത് സ്വാഭാവിക നടപടിയെന്ന് ചൂണ്ടിക്കാട്ടി LDF പ്രതിരോധം സൃഷ്ടിക്കുമ്പോഴാണ് SPയുടെ പ്രതികരണം. നടപടി സ്വീകരിക്കുന്നതുവരെ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺ കുമാർ. വൈകിയാണെങ്കിലും അത് മനസ്സിലാക്കി തെറ്റേറ്റ് പറഞ്ഞ് സന്തോഷം. എത്രയും പെട്ടെന്ന് കണ്ടെത്തണം, കണ്ടെത്തി സർവീസ് നീക്കം ചെയ്യണം. റൂറൽ SP ആണ് പറയുന്നത് പോലീസാണ് ആക്രമിച്ചതെന്ന്. MPയാണ് പ്രശ്നം സൃഷ്ടിച്ചതെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPIM. പേരാമ്പ്രയിൽ ഈ മാസം 14-ന് രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിക്കും. പരിക്കേറ്റ് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ കഴിയുന്ന ഷാഫി പറമ്പിൽ MP ശസ്ത്രക്രിയയ്ക്ക് ശേഷം നിരീക്ഷണത്തിൽ തുടരുകയാണ്. 24 കോഴിക്കോട്. പോലീസ് ലാത്തിചാർജിൽ ഷാഫി പറമ്പിൽ MPക്ക് പരിക്കേറ്റ സംഭവത്തിൽ പുതിയ ആരോപണവുമായി CPIM. UDF പ്രവർത്തകർ പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞുവെന്ന് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം SK സജീഷ് ആരോപിച്ചു. സജീഷിന് മറുപടി പറഞ്ഞാൽ പേരാമ്പ്രയിലെ ജനം തന്നെ കളിയാക്കുമെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺ കുമാർ തിരിച്ചടിച്ചു. 3 മണിക്കൂർ നേരം പ്രകോപിതരാവാതെ സഹിച്ചു നിന്ന എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പോലീസിന്റെ ഉള്ളിൽ സ്ഫോടനം നടക്കുന്നു. ആ സ്ഫോടനം
UDFന്റെ കോൺഗ്രസിന്റെ ആ ഭാഗത്ത് നിന്ന് വന്ന സ്ഫോടക വസ്തു മുകളിലൂടെ അവരെറിയുന്നു. ആ സ്ഫോടക വസ്തുവാണ് ആദ്യമായി പോലീസിന്റെ ഇടയിൽ നിന്നും പൊട്ടുന്നത്. അയാൾക്ക് മറുപടി പറഞ്ഞ ജനം എന്നെ കളിയാക്കും, പേരാമർക്കാർക്ക് അത്രയും പറ്റി പറയുന്നുള്ളൂ. കാരണം അവിടെ വിഷ്വലൊക്കെ ഉണ്ടല്ലേ, ഏതെങ്കിലും വിഷ്വല് സ്ഫോടക വസ്തു പോയിട്ട് ഒരു കൊടി വീശുന്ന കണ്ടു ഞങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെ പ്രകടനത്തിൻ്റെ കൂട്ടത്തിൽ രാഷ്ട്രീയതര കേസിൽപ്പെട്ട ഒരാളുടെ ചൂണ്ടിക്കാണിക്കട്ടെ പിന്നിൽ അക്രമം. എറണാകുളം വടക്കൻ പറവൂരിൽ 3.5 വയസ്സുകാരിക്ക് നേരെ തെരുവ് നായയുടെ ആക്രമണം. കുട്ടിയുടെ ചെവി തെരുവ് നായ കടിച്ചു മുറിച്ചു. നായയെ ചത്ത നിലയിൽ കണ്ടെത്തി. തൊട്ട് സൈഡിൽ തന്നെ ഒരു കളിസ്ഥലമുണ്ട് ഞങ്ങൾക്ക്. അവിടുന്ന് കളിക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരൻ്റെ കൊച്ചുണ്ടായിരുന്നു. അവിടെ പെട്ടെന്ന് ഒരു 3 പട്ടി ചാടി വന്നിട്ട് അതിനകത്ത് ഒരു പട്ടി കൊച്ചിൻ്റെ ചെവിടുത്ത് ഒരു കടിച്ചു പിടിച്ച് കൊച്ചിനെ മറിച്ചിട്ട് ഞങ്ങൾ കണ്ട അപ്പം തന്നെ ഓടിച്ചെന്നപ്പോഴും ഞങ്ങൾക്കറിയില്ലായിരുന്നു ഇത്രയും മുറിവ് പറ്റിയിട്ടുള്ള ഒരു ഇഞ്ചോളം പീസാണ് കൊച്ചിൻ്റെ ചെവി അടർന്നു പോയേക്കണത്. പട്ടിയുടെ കമ്മീഷന്മാരുണ്ട്, പട്ടീനെ സംരക്ഷിക്കുന്ന ആൾക്കാരുണ്ട്, പട്ടീനെ തൊടാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? കൊച്ചിൻ്റെ ചെവിട്ടിൽ 5 ഇഞ്ചക്ഷൻ നേരിട്ട് വെക്കണ കണ്ടതാണ് ഞാൻ. അത്രയും വിഷമം കൊണ്ടാണ് ഈ പറയണത്. ശ്രീലക്ഷ്മി ബി പിള്ള വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീലക്ഷ്മി, ഇപ്പോൾ കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്താണ് ആശുപത്രിയിൽ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ ശ്രീലക്ഷ്മി? ഇപ്പോൾ കുട്ടിയെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കുട്ടിയുടെ ചെവിയിലാണ് നായ ആക്രമിച്ചിരിക്കുന്നത്. ചെവി കടിക്കുകയും ചെവി അടർന്നു വീഴുകയും ചെയ്തിരുന്നു. ഈ ചെവി ഇനി പ്ലാസ്റ്റിക് സർജറി ഉപയോഗിച്ചാണ് ഇനി ഇത് തുന്നി ചേർക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ആദ്യം കുട്ടിയെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. എന്നാൽ അവിടെ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്കായിട്ടാണ് ഇപ്പോൾ മെഡിക്കൽ ട്രസ്റ്റിലേക്ക് മാറ്റിയിരിക്കുന്നത്. കുട്ടി 3.5 വയസ്സുള്ള കുഞ്ഞിനെയാണ് ഇപ്പോൾ തെരുവുനായ ആക്രമിച്ചിരിക്കുന്നത്. കുഞ്ഞ് വീടിന്റെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് കളിക്കാൻ മറ്റു കുട്ടികളുമായി കളിക്കാൻ പോവുകയായിരുന്നു. ആ സമയത്താണ് തെരുവുനായ ഈ കുട്ടിയെ ആക്രമിക്കുകയുണ്ടായത്. തൊട്ടടുത്ത് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന ആളുകളാണ് കുട്ടിയെ തെരുവുനായ ആക്രമിച്ചത് കണ്ടത്. തുടർന്ന് പിന്നീട് കുട്ടിയെ നേരെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. എന്നാൽ അവിടെ ഈ കുട്ടിക്ക് അവിടെ ചികിത്സ നൽകാനുള്ള സൗകര്യമില്ലാത്തതിനാലാണ് പിന്നീട് മെഡിക്കൽ ട്രസ്റ്റിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇവിടെ തന്നെ കുട്ടിയെ പ്ലാസ്റ്റിക് സർജറി ഉപയോഗിച്ച് കുട്ടിയുടെ ചെവി തിരിച്ച് തുന്നിച്ചേർക്കുക എന്നതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. റീജിത്ത്. ശരി, ശ്രീലക്ഷ്മി ബി പിള്ള കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. വനിതാ മാധ്യമ പ്രവർത്തകരെ വിലക്കിയ വിവാദ നിലപാട് തിരുത്തി അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി. ഡൽഹി അഫ്ഗാൻ എംബസിയിൽ വനിതാ മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടുത്തി വാർത്താ സമ്മേളനം നടത്തി. വനിതകളെ മനഃപൂർവ്വം ഒഴിവാക്കിയതല്ല എന്നും തിരക്കിനിടെ സംഭവിച്ചതാണ് എന്നുമാണ് വിശദീകരണം. അമൃത്സറിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് ഉടൻ വിമാന സർവീസുകൾ ആരംഭിക്കുമെന്നും അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അറിയിച്ചു. അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി വെള്ളിയാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വനിതാ മാധ്യമ പ്രവർത്തകരെ ഒഴിവാക്കിയത് കേന്ദ്ര സർക്കാരിനെ പോലും പ്രതിരോധത്തിലാക്കിയിരുന്നു. അഫ്ഗാൻ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ആഗ്ര സന്ദർശനം റദ്ദാക്കിയ മുത്തഖി അഫ്ഗാൻ എംബസിയിൽ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ ഇത്തവണ തെറ്റുതിരുത്തി വനിതാ മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടെ വാർത്താ സമ്മേളനത്തിന് ക്ഷണിച്ചു. നേരത്തെ വനിതകളെ ഒഴിവാക്കിയത് മനഃപൂർവ്വമല്ലെന്നും സാങ്കേതിക പിഴവെന്നും വിശദീകരണം. 13 ورځې دلته کوم خبري کانفرنس وو د موږ تخنیکی ټیمونو محدودو خبريالانو سره رابطه کړې و او هغوی راغوښتي وو. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി വാണിജ്യം, നിക്ഷേപമടക്കം നിരവധി വിഷയങ്ങൾ സംസാരിച്ചതായി മുത്തഖി പറഞ്ഞു. അമൃത്സറിൽ നിന്നും അഫ്ഗാനിസ്ഥാനിലേക്ക് ഉടൻ വിമാന സർവീസുകൾ ആരംഭിക്കുമെന്നും താലിബാൻ മന്ത്രി പ്രഖ്യാപിച്ചു. കാബൂൾ വ്യോമാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലെ 6 ഇടങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ 58 സൈനികരെ വധിച്ചതായും 3 പാക് സൈനിക പോസ്റ്റുകൾ പിടിച്ചെടുത്തതായും അഫ്ഗാനിസ്ഥാൻ അവകാശപ്പെട്ടു. സംഘർഷത്തെ തുടർന്ന് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി അടച്ചു. 24 ഡൽഹി. പാലക്കാട് സ്റ്റേഡിയം സ്റ്റാൻഡിൽ സ്വകാര്യ ബസ് ജീവനക്കാരന് കുത്തേറ്റു. ഗുരുതരമായി പരിക്കേറ്റ സന്തോഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഐഷത്തുൽ ഷംന വിവരങ്ങളുമായി പാലക്കാട്ട് നിന്ന് ചേരുകയാണ്. ഷംന, എന്താണ് കൂടുതൽ വിവരങ്ങൾ? പോലീസ് പറയുന്നത് എന്താണ് ഷംന? ശ്രീജിത്ത്, അല്പം മുമ്പായിരുന്നു ബസ് ജീവനക്കാർ തമ്മിലുള്ള ഈ ആക്രമണം നടക്കുന്നത്. പാലക്കാട് മണ്ണാർക്കാട് റൂട്ടിലെ റെസാരിയോ ബസ്സിലെ ജീവനക്കാരൻ സന്തോഷിനാണ് കുത്തേറ്റത്. ഇയാൾക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ശരീരത്തിൽ നിരവധി തവണ കുത്തേറ്റിട്ടുണ്ട്. ഇതിൽ ഒരു മുറിവ് ആഴത്തിലുള്ളതാണെന്നാണ് ഈ പോലീസ് പറയുന്നത്. ഇയാളെ
പാലക്കാട്ടെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് അതിനുശേഷം പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുന്തിപ്പുഴ സ്വദേശിയായ ഷാനിഫ് ആണ് കസ്റ്റഡിയിലായിരിക്കുന്നത്. ഇപ്പോൾ ഇയാളും ബസ് ജീവനക്കാരൻ തന്നെയാണ്. ഈ ആക്രമണത്തിൽ ഇയാൾക്കും നിസ്സാര പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. ഇയാൾ ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്തായാലും വ്യക്തി വൈരാഗ്യമാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ഇരുവരും തമ്മിൽ നേരത്തെ തന്നെ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അതേ തുടർന്ന് ഈ വൈരാഗ്യത്തിന്റെ പേരിൽ ഷാനിഫ് അരയിൽ കത്തിയുമായി എത്തുകയായിരുന്നു. അതിനുശേഷം ബസ് സ്റ്റാൻഡിൽ വെച്ച് തന്നെ കുത്തുകയായിരുന്നു എന്നാണ് അറിവ്. എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. ശരി, ഐഷത്തുൽ ഷംന പാലക്കാട്ട് എന്ന വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ കരിപ്രസാദം തയ്യാറാക്കിയതിലെ ക്രമക്കേടിൽ അന്വേഷണം ആരംഭിച്ച് ദേവസ്വം വിജിലൻസ്. സാമ്പിളുകൾ ശേഖരിച്ച സംഘം പരാതിക്കാരുടെ മൊഴിയെടുത്തു. ഉന്നത ഉദ്യോഗസ്ഥർക്ക് പകരം SI റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷണത്തിനെത്തിയതിൽ BJPയും വിവിധ ഹൈന്ദവ സംഘടനകളും പ്രതിഷേധിച്ചു. മേൽശാന്തി വാടകയ്ക്കെടുത്ത വീട്ടിൽ ക്ഷേത്രത്തിലെ പ്രസാദം തയ്യാറാക്കിയത് ഇന്നലെ വലിയ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു. വിഷയത്തിൽ റിപ്പോർട്ട് തേടിയെന്നും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് വ്യക്തമാക്കി. ഇതിന് പിന്നാലെയാണ് ശാന്തിക്കാർ താമസിക്കുന്ന കെട്ടിടത്തിന് മുകളിൽ നിന്ന് കരിപ്രസാദ നിർമ്മാണം നടത്തുന്നുവെന്ന വാർത്ത പുറത്തു വന്നത്. 1.5 മണിക്കൂറായി, 1.5-2 മണിക്കൂറായി ഉന്നത അധികാരികൾ വിഷയത്തിൽ ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇന്നലെ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ നടത്തിയ പരിശോധനയിൽ വാടക വീട്ടിൽ നിന്ന് മദ്യക്കുപ്പികളും കണ്ടെത്തിയിരുന്നു. സംഭവത്തിൽ ദേവസ്വം വിജിലൻസും അന്വേഷണം ആരംഭിച്ചു. 24 കൊല്ലം. ലൈംഗികാരോപണ വിവാദങ്ങൾക്കിടെ വീണ്ടും ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ഇന്നലെ നടന്ന ബാലസദസ്സും കുടുംബശ്രീ വാർഷികവും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. രഹസ്യമായി MLA മണ്ഡലത്തിലെത്തുന്നു എന്ന വിമർശനങ്ങൾ ഉയരുന്നതിനിടയിലാണ് നാളെ നടക്കുന്ന റോഡ് ഉദ്ഘാടനത്തിന്റെ ഫ്ലക്സ് ബോർഡിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരുള്ളത്. രഹസ്യമായി MLA മണ്ഡലത്തിലെത്തുന്നു എന്ന വിമർശനങ്ങൾക്കിടെയാണ് ഇന്നലെ നടന്ന കുടുംബശ്രീ വാർഷികവും ബാലസദസ്സും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തത്. പാലക്കാട് നഗരസഭയിലെ 36-ാം വാർഡിലായിരുന്നു പരിപാടി. രാഹുൽ അപ്രതീക്ഷിതമായി എത്തിയതാണെന്നും ഉദ്ഘാടനം നേരത്തെ കൌൺസിലർമാർ നടത്താനാണ് ഉദ്ദേശിച്ചിരുന്നതെന്നുമാണ് സംഘാടകർ നൽകുന്ന വിശദീകരണം. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായും ഷാഫി പറമ്പിലുമായും ഏറെ അടുപ്പമുള്ള മൻസൂർ മണലാഞ്ചേരിയുടെ വാർഡിലായിരുന്നു പരിപാടി. ഇതോടെ രഹസ്യമായി രാഹുലിനെ എത്തിക്കാനും തുടർന്ന് സജീവമാക്കാനുമാണ് ഒരു വിഭാഗത്തിന്റെ ശ്രമമെന്ന വിമർശനങ്ങളും ഉയർന്നിട്ടുണ്ട്. ഇതിനിടെയാണ് നാളെ നടക്കാനിരിക്കുന്ന പൂഴിക്കുന്നം റോഡ് ഉദ്ഘാടനം രാഹുൽ മാങ്കൂട്ടത്തിൽ നിർവഹിക്കുമെന്ന ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. MLA ഫണ്ട് ഉപയോഗിച്ചായിരുന്നു റോഡ് നിർമ്മാണം. എന്നാൽ നാളെ രാഹുൽ എത്തുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എല്ലാവരെയും അറിയിച്ച് പരസ്യമായി രാഹുൽ ഒരു ഔദ്യോഗിക പരിപാടിക്ക് എത്തിയാൽ തടയുമെന്നാണ് DYFIയുടെയും BJPയുടെയും നിലപാട്. 24 പാലക്കാട്. പാലക്കാട് വാണിയംകുളത്ത് DYFI മുൻ നേതാവിന് നേരെയുണ്ടായ ആക്രമണത്തിൽ മുഖ്യപ്രതിയെ പിടികൂടാനാകാതെ പോലീസ്. പനിയൂർ സ്വദേശി വിനേഷിനെ മർദ്ദിക്കാൻ പ്രതികൾക്ക് നിർദ്ദേശം നൽകിയ DYFI ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറിക്കായി തെരച്ചിൽ തുടരുകയാണ്. ആരോഗ്യം മെച്ചപ്പെട്ടതോടെ വെന്റിലേറ്ററിലായിരുന്ന വിനേഷിനെ ICUവിലേക്ക് മാറ്റി. DYFI ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറി രാകേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വിനേഷ് കമന്റിട്ടതുമായി ബന്ധപ്പെട്ട തർക്കമാണ് പിന്നീട് അക്രമത്തിൽ കലാശിച്ചത്. ഫേസ്ബുക്കിലൂടെ നിരന്തരം വിമർശിക്കുന്ന മുൻ DYFI നേതാവ് വിനേഷിനെ മർദ്ദിക്കണമെന്ന രാകേഷിന്റെ ഈ നിർദ്ദേശപ്രകാരമാണ് സംഘം യുവാവിനെ അതിക്രൂരമായി മർദ്ദിച്ചത്. വാണിയംകുളത്തെ ബാറിന് സമീപത്ത് വെച്ച് മർദ്ദിച്ച ശേഷം വിനേഷിനെ സുഹൃത്തുക്കൾക്കൊപ്പം പ്രതികൾ പറഞ്ഞയച്ചു. പിന്നീട് പിന്തുടർന്ന് പനയൂരിൽ വെച്ച് വീണ്ടും മർദ്ദിക്കുകയായിരുന്നു. ഇതിന് പ്രതികളെ പ്രേരിപ്പിച്ചതും രാകേഷാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. കേസിൽ റിമാൻഡിലായ പ്രതികളുടെ മൊബൈൽ ഫോണിൽ നിന്നാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയത് രാകേഷാണെന്ന തെളിവുകൾ പോലീസിന് ലഭിച്ചത്. രാകേഷിനെ ഇതുവരെയും പിടികൂടാത്തതിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. വിനേഷിന് മർദ്ദനം നേരിട്ട ശേഷവും മണിക്കൂറുകളോളം രാകേഷ് ഷൊർണൂരിൽ തന്നെ ഉണ്ടായിരുന്നതായി വിവരമുണ്ട്. എന്നാൽ രാകേഷ് ഒളിവിലാണെന്നും കണ്ടെത്താൻ തീവ്ര ശ്രമം നടക്കുന്നുവെന്നുമാണ് പോലീസിന്റെ വിശദീകരണം. അതേസമയം പാർട്ടി അനുഭാവിയെ ക്രൂരമായി ആക്രമിച്ച DYFI ബ്ലോക്ക് സെക്രട്ടറി രാകേഷ് ഉൾപ്പെടെയുള്ള നേതാക്കളെ സംരക്ഷിക്കേണ്ട എന്ന നിലപാടാണ് CPIMന്. അതിനിടെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള വിനേഷിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു. വെന്റിലേറ്ററിലായിരുന്ന വിനേഷിനെ നിലവിൽ ICUവിലേക്ക് മാറ്റിയിട്ടുണ്ട്. 24 പാലക്കാട്. 24 ബിഗ് എക്സ്ക്ലൂസീവ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 2019 ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിൽ നിർത്തി ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട്.
സ്വർണ്ണപ്പാളി കൊടുത്തുവിട്ടത് ബോർഡ് അറിഞ്ഞില്ലെന്ന് കരുതാൻ കഴിയില്ലെന്ന് റിപ്പോർട്ടിൽ പരാമർശം. തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ആവർത്തിച്ച് പത്മകുമാർ. രണ്ടാം എഫ്ഐആറിൽ 2019 ദേവസ്വം ബോർഡ് അംഗങ്ങളും മുൻ ദേവസ്വം കമ്മീഷണറും പ്രതികൾ. സന്നിധാനത്ത് SITയുടെ തെളിവെടുപ്പ്. ബിഗ് ബ്രേക്കിംഗ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ അഴിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയതിൽ ഉന്നതരുടെ പങ്ക് പുറത്ത്. സ്വർണ്ണപ്പാളി പോറ്റിക്ക് കൊടുത്തുവിടാൻ ഉത്തരവിൽ ചേർത്തത് അന്നത്തെ ബോർഡ് സെക്രട്ടറി S. ജയശ്രീ. രേഖകൾ 24-ന്. ദ്വാരപാലക പാളികൾ പരിശോധിച്ച് ജസ്റ്റിസ് KT ശങ്കരൻ. എറണാകുളം വടക്കൻ പറവൂരിൽ 3.5 വയസ്സുകാരിക്ക് നേരെ തെരുവ് നായ ആക്രമണം. കുട്ടിയുടെ ചെവി നായ കടിച്ചെടുത്തു. കടിയേറ്റത് വീടിനടുത്ത് കളിക്കുന്നതിനിടെ. നായ ചത്ത നിലയിൽ. നായയ്ക്ക് പേവിഷബാധയുണ്ടോ എന്ന് സംശയം. ഷാഫി പറമ്പിൽ MPയെ പോലീസ് മർദ്ദിച്ചെന്ന് സംബന്ധിച്ച് കോഴിക്കോട് റൂറൽ SP. പോലീസിലെ ചിലർ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചു. MPയെ പുറകിൽ നിന്ന് ലാത്തി കൊണ്ടടിച്ചെന്നും KE ബൈജു. ലാത്തിചാർജ് ഞങ്ങൾ പോലീസ് ചെയ്തിട്ടില്ല. ലാത്തിചാർജ് നിങ്ങൾ കണ്ടു കാണും. ഒരു കമാൻഡ് ചെയ്യും, വിസിലടിക്കും, അടിച്ചോടിക്കും. അങ്ങനെ ആക്ഷൻ നടന്നിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ ഉള്ള ചില ആളുകൾ മനഃപൂർവ്വം അവിടെ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ പിന്നീട് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഞങ്ങളിപ്പോൾ AI ടൂളൊക്കെ ഉപയോഗിച്ചിട്ട് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ആയിക്കൊണ്ടിരിക്കുക. നിലപാട് മാറ്റം. SP-ക്കെതിരെ കോൺഗ്രസ് പ്രതിഷേധം ശക്തമായതോടെ UDF പ്രവർത്തകർ പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞെന്ന പുതിയ ആരോപണവുമായി CPM നേതാവ് SK സജീഷ്. ബീഹാർ തെരഞ്ഞെടുപ്പിൽ NDAയിൽ സീറ്റ് ധാരണ. BJPയും JDUവും 101 സീറ്റുകളിൽ വീതം മത്സരിക്കും. ചിരാഗ് പാസ്വാന്റെ LJP 29 സീറ്റുകളിൽ മത്സരിക്കും. ജിതൻ റാം മാഞ്ചിയുടെ പാർട്ടിക്ക് 6 സീറ്റ്. സീറ്റ് വിഭജനത്തിൽ മഹാസഖ്യത്തിൽ പ്രതിസന്ധി രൂക്ഷം. 60 സീറ്റുകൾ നൽകിയില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് RJDക്ക് കോൺഗ്രസിന്റെ മുന്നറിയിപ്പ്. തത്സമയ വിവരങ്ങളുമായി 24 വാർത്താസംഘം ബീഹാറിൽ. വനിതാ മാധ്യമപ്രവർത്തകരെ വിലക്കിയ വിവാദ നിലപാട് തിരുത്തി അഫ്ഗാൻ വിദേശകാര്യമന്ത്രി. ഡൽഹിയിലെ അഫ്ഗാൻ എംബസിയിൽ വനിതാ മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടുത്തി അമീർ ഖാൻ മുത്തഖിയുടെ വാർത്താ സമ്മേളനം. വനിതകളെ മനഃപൂർവ്വം ഒഴിവാക്കിയതല്ലെന്നും വിശദീകരണം. അമൃത്സറിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് വിമാന സർവീസുകൾ ഉടൻ. ബംഗാളിൽ MBBS വിദ്യാർത്ഥി കൂട്ടബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ വിവാദ പരാമർശവുമായി മുഖ്യമന്ത്രി മമതാ ബാനർജി. രാത്രി 12:30 വിദ്യാർത്ഥിനി എങ്ങനെ പുറത്തിറങ്ങിയെന്ന് മമത. പെൺകുട്ടിയെ കാണാനെത്തിയ BJP നേതാക്കളെ തടഞ്ഞതോടെ ദുർഗാപുർ ആശുപത്രിക്ക് മുന്നിൽ സംഘർഷം. ബലാത്സംഗ കേസിൽ 3 പേർ അറസ്റ്റിൽ. വാർത്താമഴ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. വീണ്ടും ബീഹാർ തെരഞ്ഞെടുപ്പിൽ NDAയിൽ സീറ്റ് ധാരണ. BJPയും JDUവും 101 സീറ്റുകളിൽ വീതം മത്സരിക്കും. ചിരാഗ് പാസ്വാന്റെ LJP 29 സീറ്റുകളിൽ ജനവിധി തേടും. ജിതൻ റാം മാഞ്ചിയുടെ പാർട്ടിക്ക് 6 സീറ്റുകൾ നൽകി. സീറ്റ് വിഭജനത്തിൽ പൂർണ്ണ സംതൃപ്തിയെന്ന് JDU ബീഹാർ സംസ്ഥാന സെക്രട്ടറി രാജീവ് രഞ്ജൻ പട്ടേൽ 24-നോട് പ്രതികരിച്ചു. അതേസമയം സീറ്റ് വിഭജനത്തിൽ മഹാസഖ്യത്തിൽ പ്രതിസന്ധി രൂക്ഷമായി തുടരുകയാണ്. 60 സീറ്റുകൾ നൽകിയില്ല എങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് RJDക്ക് കോൺഗ്രസിന്റെ മുന്നറിയിപ്പ്. ബീഹാർ തലസ്ഥാനമായ പട്നയിൽ നിന്ന് വിനീത വിജി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കളം ഒരുങ്ങി തുടങ്ങിയിരിക്കുന്നു. ഡൽഹിയിൽ ചേർന്ന ചർച്ചയ്ക്കൊടുവിൽ NDA സീറ്റ് വിഭജനം സംബന്ധിച്ച ധാരണയിലേക്ക് എത്തിയിരിക്കുകയാണ്. 101 സീറ്റുകളിൽ BJPയും 101 സീറ്റുകളിൽ JDUവും ഇത്തവണ മത്സരത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ബീഹാർ ചരിത്രത്തിൽ ഇതാദ്യമായാണ് JDUവും BJPയും തുല്യ സീറ്റുകളിൽ മത്സരിക്കാനായി ഇറങ്ങുന്നത്. LJPക്ക് ചിരാഗ് പാസ്വാന്റെ LJPക്ക് 29 സീറ്റുകളാണ് നൽകുക. ജിതൻ റാം മാഞ്ചിക്ക് 6 സീറ്റുകളും RLMന് 6 സീറ്റുകളും നൽകും. സീറ്റ് വിഭജന ചർച്ചയിൽ പൂർണ്ണ സംതൃപ്തി എന്നാണ് സഖ്യകക്ഷികൾ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ BJP സംസ്ഥാന നേതൃത്വവും JDU സംസ്ഥാന നേതൃത്വവും ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളിൽ പൂർണ്ണ സംതൃപ്തരാണെന്ന് അറിയിച്ചിട്ടുണ്ട്. NDA തന്നെ വീണ്ടും ബീഹാറിൽ അധികാരത്തിലെത്തുമെന്നാണ് സംസ്ഥാന നേതാക്കൾ പറയുന്നത്. നിതീഷ് കുമാർ ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയാകുമെന്നാണ് JDUവിന്റെ അവകാശവാദം. ഇങ്ങനെ വലിയ ആത്മപ്രതീക്ഷയിലും വലിയ ആത്മവിശ്വാസത്തിലും തന്നെയാണ് ബീഹാറിലെ നേതാക്കളൊക്കെ തന്നെയുള്ളത്. പക്ഷേ അതേസമയം മഹാസഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അന്തിമഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ് സീറ്റ് വിഭജന ചർച്ചകൾ.
50 സീറ്റുകൾ നൽകാമെന്നാണ് RJD കോൺഗ്രസിനോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് കൂടുതൽ സീറ്റുകൾ വേണമെന്ന ആവശ്യത്തിൽ തന്നെയാണ് ഇപ്പോഴും കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നത്. 60 സീറ്റുകളെങ്കിലും ലഭിക്കണമെന്നാണ് അവരുടെ ആവശ്യം. ഒരുപക്ഷെ 60 സീറ്റുകൾ ലഭിച്ചില്ല എങ്കിൽ 10 ഇടങ്ങളിൽ സൗഹൃദ മത്സരത്തിലേക്ക് കടക്കുമെന്നാണ് കോൺഗ്രസിന്റെ ഭീഷണി. ഏതാണെങ്കിലും നാളെ ഈ ചർച്ചകൾ പൂർത്തിയാക്കി മഹാസഖ്യത്തിന്റെ സീറ്റ് വിഭജനം സംബന്ധിച്ച ഒരു അന്തിമ ധാരണയിലേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ സീറ്റ് വിഭജനം സംബന്ധിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം നാളെ ഉണ്ടാകുമെന്നും കരുതുന്നുണ്ട്. ഇതിനോടകം തന്നെ ലാലു പ്രസാദ് യാദവും തേജസ്വി യാദവും ഒക്കെ ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അവർ കോൺഗ്രസ് നേതാക്കളുമായി ചർച്ചകൾ നടത്തുന്നുണ്ട്. അധികം വൈകാതെ തന്നെ മഹാസഖ്യത്തിന്റെ സീറ്റ് വിഭജനം സംബന്ധിച്ചുകൊണ്ടുള്ള കാരണങ്ങളിലും ഒരു ധാരണയിലേക്ക് എത്തിച്ചേരും. ശരി, പട്നയിൽ നിന്ന് വിനീത വിജി വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കി വീണ്ടും വിവാദ പരാമർശവുമായി മുതിർന്ന നേതാവ് പി ചിദംബരം. സുവർണക്ഷേത്രത്തിൽ നടത്തിയ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ തെറ്റായിരുന്നു എന്നാണ് പരാമർശം. ആ തെറ്റിന് ഇന്ദിരാഗാന്ധിക്ക് സ്വന്തം ജീവൻ വിലയായി നൽകേണ്ടി വന്നുവെന്നും ചിദംബരം പറഞ്ഞു. പി ചിദംബരത്തെ തള്ളി കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തി. മുംബൈ ഭീകരാക്രമണം സംബന്ധിച്ചുള്ള പരാമർശത്തിന്റെ അലയൊലികൾ അടങ്ങും മുമ്പാണ് പി ചിദംബരത്തിന്റെ മറ്റൊരു വിവാദ പരാമർശം. 1984 അമൃത്സറിലെ സുവർണക്ഷേത്രത്തിൽ ഖലിസ്ഥാൻ ഭീകരർക്കെതിരെ നടത്തിയ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ തെറ്റായ മാർഗമായിരുന്നു. ആ തെറ്റിന് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് സ്വന്തം ജീവൻ തന്നെ വില നൽകേണ്ടി വന്നു. There was a way to retrieve and capture all the militants, but the Blue Star was the wrong way. And I agree, Mrs. Gandhi paid with her life for that mistake. But mistake was a cumulative decision of the army, the police, the intelligence and the civil service. സംഭവത്തിൽ ഇന്ദിരാഗാന്ധിയെ മാത്രം കുറ്റപ്പെടുത്താൻ കഴിയില്ലെന്നും സൈന്യം, പോലീസ്, ഇന്റലിജൻസ്, സിവിൽ സർവീസ് എന്നിവരെല്ലാം ചേർന്നെടുത്ത തീരുമാനമായിരുന്നുവെന്നും പി ചിദംബരം. ഹിമാചൽ പ്രദേശിലെ കസൌലിയിൽ നടന്ന ഖുഷ്വന്ത് സിംഗ് സാഹിത്യോത്സവത്തിലായിരുന്നു വിവാദ പരാമർശം. കേന്ദ്രമന്ത്രി കിരൺ റിജിജു അടക്കമുള്ളവർ ഈ പരാമർശം ആയുധമാക്കിയതോടെ ചിദംബരത്തെ തള്ളി കോൺഗ്രസ് നേതാവ് റാഷിദ് ആൽവി രംഗത്തെത്തി. ക്രിമിനൽ കേസുകൾ നേരിടുന്ന പി ചിദംബരം സമ്മർദ്ദത്തിലാണെന്ന് റാഷിദ് ആൽവി. 50 साल के बाद चिदम्बरम साहब की क्या मजबूरी है कि वो एक एक करके कांग्रेस के ऊपर हमले कर रहे हैं. चिदम्बरम साहब के एक बार फिर कांग्रेस पे हमला करने से बहुत सारे शक और शुबहात पैदा हो रहे हैं. उनके खिलाफ क्रिमिनल केसेस गालिबन पेंडिंग है अभी तक. मुझे लगता है कोई दबाव तो नहीं है उनके ऊपर कि वो लगातार कांग्रेस के ऊपर हमलावर हैं. आज क्या जरूरत है इस बात की. ചിദംബരത്തിന്റെ പരാമർശത്തിൽ ഹൈക്കമാൻഡ് മുതൽ സാധാരണ പ്രവർത്തകർ വരെ അസ്വസ്ഥരാണെന്നും പാർട്ടിയെ നാണം കെടുത്തുന്ന പ്രസ്താവനകൾ ആവർത്തിച്ചു നടത്തുന്നത് ശരിയല്ലെന്നും റാഷിദ് ആൽവി പറഞ്ഞു. 24 ഡൽഹി. ബംഗാളിൽ MBBS വിദ്യാർത്ഥി കൂട്ടബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ വിവാദ പരാമർശവുമായി മുഖ്യമന്ത്രി മമതാ ബാനർജി. രാത്രി 12:30 വിദ്യാർത്ഥിനി എങ്ങനെ പുറത്തിറങ്ങിയെന്ന മമതാ ബാനർജിയുടെ പരാമർശത്തിനെതിരെയാണ് പ്രതിഷേധം ശക്തമാകുന്നത്. പെൺകുട്ടിയെ കാണാനെത്തിയ BJP നേതാക്കളെ തടഞ്ഞത് ദുർഗാപുർ ആശുപത്രിക്ക് മുമ്പിൽ സംഘർഷത്തിന് ഇടയാക്കി. ദുർഗാപൂരിൽ MBBS വിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ 23 വയസ്സുള്ള വിദ്യാർത്ഥിനി രാത്രി എങ്ങനെ ക്യാമ്പസിന് പുറത്തിറങ്ങിയെന്നാണ് വനിതാ മുഖ്യമന്ത്രി മമതാ ബാനർജി ഉന്നയിക്കുന്ന ചോദ്യം. Especially the girl child at night time, they should not be allowed to come out in the outside. They have to protect themselves also. There is a forest area. വിദ്യാർത്ഥിനി ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിലാണ് പഠിക്കുന്നത്. ആരുടെ ഉത്തരവാദിത്തമാണിതെന്നും സംഭവം ഞെട്ടിപ്പിക്കുന്നതാണെന്നും മമതാ ബാനർജി പറഞ്ഞു. പരാമർശത്തോട് ബംഗാളിലുള്ളത് താലിബാൻ സർക്കാരാണെന്ന് BJP MP അഗ്നിമിത്ര പോൾ പ്രതികരിച്ചു. Doctors who are doing night duty in hospital, they shouldn't go out. You think nurses who are giving us, service, they shouldn't go out. You think people of the service industry, they shouldn't go out. This kind of Talibani mentality is shameful. Fortunate that we have Taliban government in Afghanistan and we have Mamata Banerjee's government in West Bengal. പെൺകുട്ടിയെ കാണാനെത്തിയ ലോക്കറ്റ് ചാറ്റർജി അടക്കമുള്ള BJP നേതാക്കളെ തടഞ്ഞതിനെ തുടർന്ന് ദുർഗാപൂർ ആശുപത്രിക്ക് മുന്നിൽ സംഘർഷമുണ്ടായി. വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പെൺകുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ഡെപ്യൂട്ടി മജിസ്ട്രേറ്റ് അറിയിച്ചു. 24 ഡൽഹി. കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾ സുപ്രീം കോടതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി നൽകിയതിന് പിന്നിൽ TVK എന്ന് DMK. ഹർജികൾ കബളിപ്പിച്ചും പണം നൽകിയും തയ്യാറാക്കിയതാണ് എന്നാണ് ആരോപണം.
മരണത്തിൽ നിന്ന് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ TVK ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിക്കുന്നതായും DMK വിമർശിച്ചു. കരൂർ ദുരന്തത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് മരിച്ചവരുടെ ബന്ധുക്കൾ സുപ്രീം കോടതിയെ സമീപിച്ചതിന് പിന്നിൽ TVK ആണെന്നാണ് DMK ആരോപിക്കുന്നത്. നേരായ വഴിയിലൂടെയല്ല ഹർജികൾ TVK കോടതിയിൽ എത്തിച്ചതെന്ന് ഉദാഹരണ സഹിതം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് DMK. ദുരന്തത്തിൽ മരിച്ച പനീർസെൽവത്തിന്റെ അച്ഛൻ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നു. എന്നാൽ ഇയാൾ വർഷങ്ങൾക്ക് മുൻപ് ഭാര്യയെയും മക്കളെയും ഉപേക്ഷിച്ചു പോയതാണെന്നും TVK പണം നൽകി ഇയാളിൽ നിന്ന് ഹർജി വാങ്ങിയതാണെന്നും DMK സംഘടനാ ജനറൽ സെക്രട്ടറി RS ഭാരതി ആരോപിച്ചു. അപകടത്തിൽ ഭാര്യയെ നഷ്ടമായ സെൽവരാജിനെ AADMK നേതാവ് കബളിപ്പിച്ച ഹർജിയിൽ ഒപ്പിടിപ്പിച്ചു. ഇതിനൊക്കെ BJPയുടെയും AADMKയുടെയും സഹായം TVKയ്ക്ക് കിട്ടിയെന്നും വാർത്താക്കുറിപ്പിൽ ആരോപിക്കുന്നു. മരണത്തിൽ നിന്ന് ലാഭം കൊയ്യാൻ ശ്രമിക്കുന്നവരെ ജനങ്ങൾ തിരിച്ചറിയുമെന്നും കുറിപ്പിലുണ്ട്. TVK NDA സഖ്യത്തോട് അടുക്കുന്നുവെന്ന ചർച്ചകൾ സജീവമായതിനു പിന്നാലെയാണ് 3 പാർട്ടികളെയും വിമർശിച്ചുള്ള DMKയുടെ പ്രതികരണം. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികളിൽ സർക്കാരിനും സുപ്രീം കോടതിയിൽ നിന്ന് നിരവധി ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. കേസിൽ നാളെ വിധി പറയും. 24 ചെന്നൈ. വെടിയൊച്ചകൾ നിലച്ചെങ്കിലും ആഭ്യന്തര സംഘർഷ ഭീതി ഒഴിയാതെ ഗസ. ഭരണത്തിനായി ഹമാസും മറ്റു വിഭാഗങ്ങളും തമ്മിൽ സംഘർഷങ്ങൾ നടക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. നാളെ ഈജിപ്തിലെ ഷാം അൽ ഷെയ്ഖിൽ വെടിനിർത്തൽ കരാർ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് ഉച്ചകോടി നടക്കും. സമാധാന ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കില്ല. അധികാരത്തെ ചൊല്ലി ഡർമിഷ് വിഭാഗവുമായാണ് ഹമാസിന്റെ പോരാട്ടം. സംഘർഷത്തിൽ ഹമാസ് മിലിറ്ററി ഇന്റലിജൻസ് വിഭാഗം തലവൻ ഇമാദ് അഖീലിന്റെ മകൻ കൊല്ലപ്പെട്ടു. ഹമാസ് ഡർമിഷ് വിഭാഗത്തിലെ ഒരാളെ വധിക്കുകയും 30ഓളം പേരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട്. ആഭ്യന്തര സംഘർഷം മുൻനിർത്തി ഗസയിൽ ഹമാസ് 7000 സായുധ പോരാളികളെ വിന്യസിച്ചു. അതിനിടെ ഈജിപ്തിൽ നടക്കുന്ന സമാധാന കരാർ ഒപ്പുവെക്കുന്ന ചടങ്ങിൽ നിന്ന് ഹമാസ് വിട്ടുനിൽക്കുമെന്ന് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം ഹൊസാം വദ്രാൻ അറിയിച്ചു. ഈജിപ്തിലെ ഷാം അൽ ഷെയ്ഖിൽ നാളെ നടക്കുന്ന ഉച്ചകോടിക്ക് മുൻപായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യും. 4 മണിക്കൂർ നീളുന്ന സന്ദർശനത്തിൽ പ്രധാനമന്ത്രി നെതന്യാഹുവുമായും ബന്ദികളുടെ കുടുംബാംഗങ്ങളുമായും ട്രംപ് കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് ഈജിപ്തിൽ നടക്കുന്ന വെടിനിർത്തൽ കരാർ ഉച്ചകോടിയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമറും അടക്കം 20 ലോക നേതാക്കൾ പങ്കെടുക്കുന്ന ചടങ്ങിൽ ഡൊണാൾഡ് ട്രംപ് അധ്യക്ഷനാകും. സമാധാന ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കില്ല. കേന്ദ്രമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ആകും ഇന്ത്യയെ പ്രതിനിധീകരിക്കുക. ബന്ദികളെ കൈമാറാനുള്ള സമയപരിധി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് അവസാനിക്കും. ഇന്റർനാഷണൽ ഡെസ്ക് 24. തീരുവ വിഷയത്തിൽ ഭീഷണി വേണ്ടെന്ന് അമേരിക്കയോട് ചൈന. അമേരിക്കയുടെ തീരുവ ഭീഷണിയുടെ പേരിൽ അപൂർവ ഭൗമധാതുക്കൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ നിന്ന് പിന്നോക്കം പോകില്ല. ഭീഷണി മുഴക്കുന്നതിന് പകരം ഭിന്നതകൾ ചർച്ചകളിലൂടെ പരിഹരിക്കാനാണ് അമേരിക്ക ശ്രമിക്കേണ്ടതെന്നും ചൈന പ്രതികരിച്ചു. വ്യാപാര യുദ്ധത്തെ ഭയക്കുന്നില്ല എന്നും ചൈനീസ് വാണിജ്യ മന്ത്രാലയം വ്യക്തമാക്കി. എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമന വിഷയത്തിൽ നാളെ നിർണായക യോഗം. മുഖ്യമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി, അറ്റോർണി ജനറൽ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. മാനേജ്മെന്റുകളുമായാണ് അടുത്ത ഘട്ട ചർച്ച. ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് NSSന് അനുകൂലമായി ലഭിച്ച സുപ്രീം കോടതി ഉത്തരവ് മറ്റുള്ളവർക്കും ബാധകമാക്കണമെന്നാണ് ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുടെ ആവശ്യം. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുന്നത്. നാളെ ചേരുന്ന യോഗത്തിൽ മുഖ്യമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി, അറ്റോർണി ജനറൽ, വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുക്കും. ഇതിനുശേഷമായിരിക്കും മുഖ്യമന്ത്രിയും മാനേജ്മെന്റ് പ്രതിനിധികളുമായുള്ള ചർച്ചയെന്നും മന്ത്രി വി ശിവൻകുട്ടി. നാളത്തെ യോഗം മുഖ്യമന്ത്രിയും അഡ്വക്കേറ്റ് ജനറലും വിദ്യാഭ്യാസത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ ഡയറക്ടറും മാത്രമായിട്ടുള്ള യോഗമാണ്. ആ യോഗം കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും പിന്നെ ഒരു ദിവസം മാനേജ്മെന്റുമായിട്ട് ചർച്ച നടത്തുന്നത്. ഭിന്നശേഷി സംവരണത്തിനായി അധ്യാപക ഒഴിവുകൾ മാറ്റിവെച്ച ശേഷം മറ്റൊഴിവുകളിൽ നിയമനം നടത്താനായിരുന്നു NSSന് സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ച വിധി. ഈ വിധി മറ്റു മാനേജ്മെന്റുകൾക്കും ബാധകമാക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കാനാണ് അറ്റോർണി ജനറലെ കൂടി യോഗത്തിൽ ഉൾപ്പെടുത്തിയത്. മാനേജ്മെന്റുകളുടെ ആവശ്യം നടപ്പാക്കാൻ കൂടുതൽ നിയമോപദേശം തേടണമോ എന്ന കാര്യത്തിലും നാളെ തീരുമാനമെടുക്കും. 24 തിരുവനന്തപുരം. വിവാദങ്ങൾക്കൊടുവിൽ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജന്റെ ആത്മകഥ പുറത്തിറങ്ങുന്നു. ഇതാണ് എന്റെ ജീവിതം എന്ന പേരിലാണ് ആത്മകഥ. നവംബർ 3 മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ പുസ്തകം പ്രകാശനം ചെയ്യും. പേരും പ്രസാധകരും മാറി EP ജയരാജന്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കുകയാണ്. മാതൃഭൂമി ബുക്സാണ് പുതിയ പ്രസാധകർ. കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റ് ജീവിതം എന്ന പേരിൽ EP-യുടെ ആത്മകഥ പുറത്തിറക്കുന്നുവെന്ന DC ബുക്സിന്റെ പ്രഖ്യാപനം വിവാദമായിരുന്നു. ആത്മകഥയിലെ പരാമർശങ്ങൾ എന്ന പേരിൽ അന്ന് പുറത്തുവന്ന വിവരങ്ങൾ വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾക്കും വഴിവെച്ചു.
പാലക്കാട്, വയനാട്, ചേലക്കര ഉപതിരഞ്ഞെടുപ്പുകളുടെ ഘട്ടത്തിൽ പുറത്തുവന്ന പുസ്തകഭാഗത്തിൽ രണ്ടാം പിണറായി സർക്കാരിനെതിരെയും പാലക്കാട്ടെ അന്നത്തെ LDF സ്ഥാനാർത്ഥിയായിരുന്ന പി സരിനെതിരെയും പരാമർശങ്ങളുണ്ടായിരുന്നു. തന്റെ അനുമതിയില്ലാതെ DC ബുക്സ് താൻ പറയാത്ത കാര്യങ്ങൾ ആത്മകഥയിൽ പ്രസിദ്ധീകരിച്ചുവെന്നായിരുന്നു EP ജയരാജൻ പറഞ്ഞിരുന്നത്. EP-യുടെ പരാതിയിൽ DC ബുക്സിനെതിരെ കേസെടുക്കുകയും ചെയ്തു. പാർട്ടി നേതൃത്വത്തോട് കൊമ്പുകോർത്ത അന്നത്തെ EP അല്ല ഇന്ന്. അതുകൊണ്ട് ഇതെന്റെ ജീവിതം എന്ന പേരിൽ ആത്മകഥ പുറത്തിറക്കുന്നത് പൂർണ്ണമായും പാർട്ടി വഴിയാണ്. മുഖ്യമന്ത്രിയാണ് പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. വിവാദമാകുന്ന ഉള്ളടക്കം ആത്മകഥയിൽ ഉണ്ടാകാനും സാധ്യതയില്ല. 24 കണ്ണൂർ. തിരുവനന്തപുരം വഞ്ചിയൂരിൽ മകന്റെ തലയിൽ കമ്പിപ്പാര കൊണ്ടടിച്ച കേസിൽ ഒളിവിലായിരുന്ന പിതാവ് പിടിയിലായി. വഞ്ചിയൂർ സ്വദേശി വിനോദാണ് പിടിയിലായത്. ആഡംബരക്കാർ വേണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കിയ മകനെ തലയ്ക്കടിക്കുകയായിരുന്നു. സലീം മാലിക് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സലീം, വിവരങ്ങൾ. സലീം. രജിത്ത്, വഞ്ചിയൂർ പോലീസാണ് പ്രതിയെ ഇന്ന് വൈകുന്നേരത്തോടെ പിടികൂടിയത്. ആഡംബരക്കാർ വേണമെന്ന് ആവശ്യപ്പെട്ട് വഴക്കുണ്ടാക്കിയ മകന്റെ തലയടിച്ചു പൊട്ടിച്ചു എന്നുള്ളതാണ് കേസ്. 22 വയസ്സുകാരനായ മകൻ ഹൃത്വിക്കിനെയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച പിതാവ് കമ്പിപ്പാര കൊണ്ടടിച്ചത്. 2 തവണ കമ്പിപ്പാര കൊണ്ട് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. സുഹൃത്തിന്റെ പരാതിയിലാണ് വഞ്ചിയൂർ പോലീസ് ഈ കേസെടുത്തത്. 1 വർഷം മുൻപ് പിതാവ് മകന് 17 ലക്ഷം രൂപയുടെ ഒരു വാഹനം വാങ്ങി നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് വീണ്ടും മകൻ ആവശ്യവുമായി എത്തിയത്. വീണ്ടും 50 ലക്ഷം രൂപയുടെ വാഹനം ആവശ്യപ്പെടുകയായിരുന്നു. അതിന് പിന്നാലെ പിതാവ് ഇക്കാര്യം ഈ കുടുംബക്കാർ പറയുന്നത് അത്രയും വലിയ തുകയ്ക്കുള്ള കാർ വാങ്ങി നൽകാനുള്ള സാമ്പത്തിക ഭദ്രത നിലവിലില്ല എന്ന് അറിയിച്ചു എന്നാണ്. അതിനുശേഷവും ഈ ആവശ്യത്തിൽ മകൻ ഉറച്ചു നിന്നതോടുകൂടി പിതാവ് ആക്രമണം നടത്തുകയായിരുന്നു. കമ്പിപ്പാര കൊണ്ട് 2 തവണ ക്രൂരമായി തലക്കടിച്ചു എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇതോടെ ഇതിന് പിന്നാലെ ഈ ആശുപത്രിയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിന് പിന്നാലെ ഹൃത്വിക്കിന്റെ സുഹൃത്താണ് പോലീസിൽ പരാതി നൽകിയത്. പിന്നാലെ ഒളിവിൽ പോയ പ്രതിയെ ഇന്ന് വൈകുന്നേരത്തോടെ പിടികൂടുകയായിരുന്നു. റജിത്ത്. ശരി, സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കൊല്ലം ചടയമംഗലത്ത് വീടിന് തീപിടിച്ചു. ഇളമാട് AKG മുക്ക് പ്രസാദ് മന്ദിരത്തിൽ സരസ്വതിയുടെ വീടാണ് കത്തി നശിച്ചത്. ഒരു പ്രതികരണം ലഭ്യമാവുന്നുണ്ട്, അതിലേക്ക് ആദ്യം. ഒരു 1.5 മണിക്കൂർ മുമ്പാണ് ഈ വലിയ തീപിടുത്തം ഉണ്ടായത്. അപ്പോൾ ഈ തീപിടുത്തം ഇവിടെ ഇത് വിറകെല്ലാം സൂക്ഷിക്കുന്ന ഒരു പെരയാണ്. ഇതിൻ്റെ ഫ്രണ്ടിലാണ് അവരുടെ പുതിയ വീട്. അപ്പോൾ ഈ അടുക്കളയിൽ നിന്ന് തീ പടർന്നതാകാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുജിത് സുരേന്ദ്രൻ വിവരങ്ങളുമായി കൊട്ടാരക്കരയിൽ നിന്ന് ചേരുകയാണ്. സുജിത്ത്, എന്താണ് ഈ തീപിടുത്തത്തിന്റെ കാരണമായി മനസ്സിലാക്കുന്നത്? സുജിത്ത്. റീജിത്ത്, ഇന്ന് വൈകിട്ട് 7 മണിയോടെയായിരുന്നു തീപിടുത്തം ഉണ്ടായത്. സരസ്വതിയുടെ മകളുടെ പുതിയ വീടിനോട് ചേർന്നുള്ള പഴയ വീടിനാണ് തീപിടിച്ചത്. വീടിനകത്തു നിന്നുള്ള ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് സംശയിക്കുന്നത്. വീട്ടിലെ വിറക് പുരയ്ക്കാണ് ആദ്യം തീപിടിച്ചത്. ആ തീ പിന്നീട് വീട്ടിലേക്ക് പടരുകയായിരുന്നു. സരസ്വതിയും മകനും മരുമകളും കുട്ടികളും സഹോദരിയുമാണ് ഈ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. ആർക്കും തന്നെ പരിക്കുകൾ ഉണ്ടായിട്ടില്ല. സരസ്വതിയുടെ മകളുടെ വീട് പണിക്ക് വേണ്ടി വാങ്ങി സൂക്ഷിച്ചിരുന്ന ഇലക്ട്രിക് സാധനങ്ങളും തടിയുരുപ്പിടികളും അടക്കം മുഴുവനും കത്തി നശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 5 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായതാണ് വിലയിരുത്തുന്നത്. കടക്കിൽ നിന്നും കൊട്ടാരക്കരയിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. സുജിത് സുരേന്ദ്രൻ കൊട്ടാരക്കരയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. തിരുവനന്തപുരം നെയ്യാറ്റിൻകര കാരക്കോണം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്കിടെ രോഗി മരിച്ചു. ആറാലമൂട് സ്വദേശി കുമാരിയാണ് മരിച്ചത്. ചികിത്സാ പിഴവെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ശസ്ത്രക്രിയക്കിടെ ഹൃദയാഘാതമുണ്ടായി എന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. മൂത്രത്തിൽ കല്ലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ആറാലമുട് സ്വദേശി കുമാരിയെ കാരക്കോണം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. ഡോക്ടർമാരുടെ നിർദ്ദേശത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം ശസ്ത്രക്രിയയ്ക്ക് വിധേയയായി. ഇന്നലെ രാത്രിയോടെയാണ് കുമാരിയുടെ മരണം ആശുപത്രി അധികൃതർ സ്ഥിരീകരിക്കുന്നത്. മരുന്ന് മാറി നൽകിയതാണ് മരണകാരണമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ആദ്യം കെയർ കണ്ടപ്പം മാസ്ക് ഉണ്ടായിരുന്നു. പിന്നെ പോയി നോക്കിയപ്പം മൂക്കിൽ മാസ്ക് ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഡൗട്ട് തോന്നി. ആൻറ്റി ചോദിച്ച് ആള് മരിച്ചോ എന്ന് ചോദിച്ചപ്പോണ് ആള് മരിച്ചെന്ന് പറയണ. അതിനു മുമ്പേ സീരിയസ് ആയതുകൊണ്ട് ആൻറ്റി കേട്ട് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോട്ടോ എന്ന് കേട്ടു. അപ്പോൾ അവർ സംഭവം പറയണ കൊണ്ടുപോയാലും പറ്റൂല, ആള് മരിച്ചു. സർജറി കഴിഞ്ഞെന്നാണ് പറഞ്ഞത്. 2 മണിക്കൂറായിട്ടും ചോദിച്ചിട്ട് അവർ ഈ ആള് മരിച്ചുപോയെന്നോ ആ പറയേണ്ട മര്യാദ പോലും അവർക്കില്ല. മരണവിവരം ആശുപത്രി അധികൃതർ അറിയിച്ചില്ലെന്നും കുടുംബം ആരോപിക്കുന്നു. എന്നാൽ ശസ്ത്രക്രിയക്കിടെയുണ്ടായ ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് കാരക്കോണം മെഡിക്കൽ കോളേജിന്റെ വിശദീകരണം. രോഗിക്ക് BP-യിൽ വ്യത്യാസം വന്നതിനാൽ ശസ്ത്രക്രിയ പകുതിയിൽ നിർത്തിവെക്കേണ്ടി വന്നിരുന്നുവെന്നും ഡോക്ടേഴ്സ് അറിയിച്ചു. കുമാരിയുടെ കുടുംബത്തിന്റെ പരാതിയിൽ വെള്ളറട പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. 24 തിരുവനന്തപുരം.
വാർത്തകളിലേക്ക് വീണ്ടും. മലപ്പുറത്ത് ശൈശവ വിവാഹത്തിന് നീക്കം. 14-കാരിയുടെ വിവാഹ നിശ്ചയ ചടങ്ങ് നടത്തി. ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കുമെതിരെ കാടാമ്പുഴ പോലീസ് കേസെടുത്തു. ഇന്നലെയാണ് കാടാമ്പുഴ മരവട്ടത്ത് 14-കാരിയുടെ വിവാഹ നിശ്ചയ ചടങ്ങ് നടന്നത്. നിശ്ചയത്തിന്റെ ഭാഗമായുള്ള മിഠായി കൊടുക്കൽ ചടങ്ങിൽ 2 കുടുംബങ്ങളിൽ നിന്നുമായി 10 പേർ പങ്കെടുത്തു. കുട്ടിയുടെ അമ്മാവന്റെ മകനായ 22-കാരനുമായിരുന്നു വിവാഹമുറപ്പിക്കൽ. ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കുമെതിരെയും കാടാമ്പുഴ പോലീസ് സ്വമേധയാ കേസെടുത്തു. തുടർന്ന് കുട്ടിയെ കുടുംബശ്രീയുടെ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിലേക്ക് മാറ്റി. സംഭവത്തിൽ ജില്ലാ വനിതാ ശിശുവികസന ഓഫീസറോട് റിപ്പോർട്ട് തേടിയതായി ബാലാവകാശ കമ്മീഷൻ അറിയിച്ചു. 2024-25 സംസ്ഥാനത്ത് 18 ബാലവിവാഹങ്ങൾ നടന്നെന്നാണ് വനിതാ ശിശുവികസന വകുപ്പിന്റെ കണക്ക്. മുൻ വർഷങ്ങളേക്കാൾ കൂടുതലാണിത്. 2022-23 12, 2023-24 14 എന്നിങ്ങനെയായിരുന്നു മുൻവർഷങ്ങളിലെ ബാലവിവാഹങ്ങൾ. 24 മലപ്പുറം. മന്ത്രിയുടെ പരിപാടിക്ക് ആളെ കൂട്ടാൻ അവധി ദിവസവും പഞ്ചായത്തിലെത്താൻ ജീവനക്കാർക്ക് നിർദ്ദേശം. ഇടുക്കി മാങ്കുളത്തെ റോഷി അഗസ്റ്റിന്റെ പരിപാടിക്കാണ് ഹാജർ നൽകി ജീവനക്കാരെ വിളിക്കുന്നത്. അങ്കണവാടി ജീവനക്കാരോട് നേരിട്ടെത്താൻ ആവശ്യപ്പെടുന്ന ശബ്ദ സന്ദേശം 24-ന് ലഭിച്ചു. അതേസമയം ആഘോഷ പരിപാടിക്കുള്ള ക്ഷണം മാത്രമാണ് നൽകിയത് എന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള വികസന നേട്ടങ്ങൾ വിവരിക്കുന്നതിനാണ് വികസന സദസ് എന്ന പേരിൽ തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് പരിപാടി നടക്കുന്നത്. ഇടുക്കി മാങ്കുളം പഞ്ചായത്തിൽ മന്ത്രി പങ്കെടുക്കുന്ന പരിപാടിക്കാണ് ആളെ കൂട്ടാൻ പ്രത്യേക നിർദ്ദേശം നൽകിയത്. അതും അങ്കണവാടി വർക്കർമാർക്കും ജീവനക്കാർക്കും ഹാജർ രേഖപ്പെടുത്തുമെന്ന നിർദ്ദേശത്തോടെ. ആരും ഒരലംഭാവം വിചാരിക്കരുത്. ആർക്കും അന്നത്തെ ദിവസം ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് മാറാൻ പറ്റില്ല. എല്ലാവരും അവിടെ വന്നിരിക്കണം. അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നതാണ്. സെക്രട്ടറി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ക്ഷണം നൽകിയതിനെ തെറ്റായി വ്യാഖ്യാനിച്ചുവെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. രജത ജൂബിലി ആഘോഷത്തിൽ എല്ലാവരെയും ക്ഷണിക്കുക മാത്രമാണ് ചെയ്തതെന്ന് വൈസ് പ്രസിഡന്റ് അനിൽ ആന്റണി. പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും നിർദ്ദേശിച്ചതനുസരിച്ചാണ് സൂപ്പർവൈസർ സന്ദേശം കൈമാറിയതെന്ന് ശബ്ദ സന്ദേശത്തിൽ തന്നെ പറയുമ്പോൾ വിവാദങ്ങളിൽ നിന്ന് തലയൂരാനാണ് അധികൃതരുടെ ശ്രമം. 24 ഇടുക്കി. മധ്യതെക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 8 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ്. ഈ മാസം 16 വരെ ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. എന്നാൽ വടക്കൻ ജില്ലകളിൽ മഴയുടെ ശക്തി കുറയും. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.